പണ്ട് മേപ്പടിയാൻ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ്റെ സിനിമയിലേക്ക് നായികയെ അന്വേഷിച്ചപ്പോഴേ ആദ്യം കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ നിഖില വിമലിനെയായിരുന്നു. നിഖില വിമലിനെ ഈ കഥയും കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ച് അവരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഥ അറിയണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പറഞ്ഞു അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ഏതായാലും സിനിമ ഇറങ്ങി. മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ നല്ല ഹിറ്റായി. അതുപോലെ തന്നെ നല്ല കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോഴാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കാത്തതിൻ്റെ ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം ഈ നിഖില വിമലിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഏതൊരു അഭിമുഖത്തിൽ ആരോ ചോദിച്ചു എന്താണ് നിങ്ങൾ അതിൻ്റെ അകത്ത് അഭിനയിക്കാത്തത് എന്ന്. അപ്പോൾ കൊടുത്ത മറുപടി ഇതായിരുന്നു: അതിൻ്റെ അകത്ത് അഭിനയിക്കാൻ തക്ക ഒരു തേങ്ങയും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ അകത്ത് അഭിനയിക്കാൻ പോയിട്ടില്ല. പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നിഖിലയുടെ ഈ അഭിനയം നോക്കിക്കഴിഞ്ഞാൽ, സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തേങ്ങ ഉള്ളതായിട്ട് പ്രേക്ഷകർക്കും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ വന്ന അമ്പലനട, ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ ഉണ്ടായതുകൊണ്ട് മാത്രം ആ ഒരു സിനിമ ഓടി എന്നുള്ളതാണ്. അല്ലാതെ അതൊരു വലിയൊരു സിനിമയായിട്ടൊന്നും കണക്കൂട്ടാൻ കഴിയില്ല. പിന്നെ ഇപ്പോഴും വന്നിരിക്കുന്ന ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയിൽ ഈ വിനീത് ശ്രീനിവാസൻ്റെ നായികയായിരിക്കാം, ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നല്ലൊരു റോളായിരിക്കാം നിഖിലയ്ക്ക് എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ഏതായാലും പോയപ്പോഴാണ് ആ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങയുമില്ല, ഒരാവശ്യവുമില്ലാതെ എന്തിനോ വന്നിട്ട് എന്തിനോ പോയ ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ ഷൂട്ടിംഗ് സെൻറ്ററിലോട്ട് ഇങ്ങനെ വഴി പോകുമ്പോഴേ എന്നാൽ പിന്നെ ഈ റോളൊന്ന് ചെയ്തിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആരോ പിടിച്ചു നിർത്തിയിട്ട് ചെയ്തതുപോലെ. പിന്നെ മോഹനൻ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തതാണ് നിഖില വിമൽ. അതുകൊണ്ട് നിഖിലയെ ഒഴിവാക്കേണ്ട. പിന്നെ നിഖില ഇതിൽ പോസ്റ്ററിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കയറും എന്നുള്ള ഒരു മുൻവിധിയും സംവിധായകന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇതുപോലെയുള്ളൊരു റോളിലൊന്നും ഒരിക്കലും നിഖില വിമലിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒന്നോ രണ്ടോ 3 സീന്, ആ 3 സീന് മാത്രമാണ് നിഖില വിമലിനുള്ളത്. ആ സീന് കഴിഞ്ഞു അവരങ്ങോട്ട് പോവുകയും ചെയ്തു. എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരമില്ല. ഇനി ശ്രീനിവാസൻ, ഇനിയിപ്പോൾ വിനീത് ശ്രീനിവാസൻ അവസാനം കല്യാണം കഴിക്കുന്നത് നിഖിലയാണോ എന്നൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ അതിന് കണക്കായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അവിടെ വേണ്ടേ? അതൊന്നും വന്നിട്ടില്ല. അപ്പം നിഖില വിമലിന് തേങ്ങയില്ലാത്ത സിനിമയിലും അഭിനയിക്കാൻ അറിയാം എന്നുള്ളതാണ്. അതായത് ഇഷ്ടമുള്ളവരുടെ സിനിമയിൽ എന്ത് റോളായി കഴിഞ്ഞാലും ചെയ്യും. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ സിനിമയിൽ ഞാൻ അഭിനയിക്കില്ല, അതിലൊരു തേങ്ങയുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് കരയുകയാണ്. ഇപ്പോൾ ഈ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. അതിൽ നായികക്കുള്ള പ്രാധാന്യവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ഏത് വേഷം ആരഭിനയിച്ചു കഴിഞ്ഞാലും നല്ല പ്രാധാന്യം തന്നെയാണ്. അതിൽ അഭിനയിക്കാത്തതിൻ്റെ ആ ഒരു കുറ്റബോധവും നഷ്ടബോധവും നല്ല രീതിയിൽ നിഖില വിമലിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പിന്നീട് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എനിക്കതിൻ്റെ അകത്തൊരു തേങ്ങയുമില്ല, ഇല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നിഖില വിമൽ എന്ന് പറയുന്ന ആ ഒരു നടി എന്ന് പറഞ്ഞാൽ കുറച്ച് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നതാണ്. അതായത് എല്ലാവരോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛമാണ്, ഒരു ലോഡ് പുച്ഛവുമായിട്ട് തന്നെയാണ് വരിക. ആരെ കണ്ടു കഴിഞ്ഞാലും അവർ പറയുന്നത് തഗ്ഗടിക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് തഗ്ഗായിട്ടൊന്നും നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. നിഖില വിമൽ എന്ന് പറയുന്ന ആ ഒരു നടിയുടെ അഹങ്കാരം നല്ല രീതിയിൽ ഇപ്പോൾ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം അവരുടെ ഗ്രാഫ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല എല്ലാ വിവാദങ്ങളിലും അതുപോലെ തന്നെ ഇതുപോലെ ഈ തഗ്ഗടി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വളരെ മോശക്കാരായിട്ട് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കുത്തി നോവിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടതാണ് ഇവരുടെ അഹങ്കാരത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമ എം മോഹനൻ എന്ന് പറയുന്ന ഒരു വലിയ ഡയറക്ടറാണ്. കഥ പറയുമ്പോൾ മാണിക്കക്കല്ല്, 916, പിന്നെന്ന് പറഞ്ഞാൽ അരവിന്ദൻ്റെ അതിഥികൾ, ഇങ്ങനെയുള്ള സിനിമകൾ നമുക്ക് തന്ന ഒരു സംവിധായകൻ എന്ന നിലയിൽ മോഹൻ്റെ സിനിമ കാണാൻ പോകുമ്പോഴുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതൊരു അമിത പ്രതീക്ഷയായോ എന്നുള്ള ഒരു സംശയം നമുക്കെല്ലാവർക്കും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകും. ഇനി നിങ്ങൾക്കുണ്ടാകുമെന്നറിയില്ല, എനിക്കുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നടൻ, ആ നടൻ്റെ ഏത് സിനിമ വന്നു കഴിഞ്ഞാലും കുട്ടികളും അതുപോലെ മുതിർന്നവരും എല്ലാവരും കയറും. പക്ഷേ ഈ ഒരു സിനിമയിൽ വിനീതിന് പോലും പാളിച്ചകൾ പറ്റിയോ എന്നാണ് പരിശോധിക്കേണ്ടത്. അതായത് ഒരു ഡബിൾ മീനിങ് ഒരുപാട് കുത്തി നിറച്ച് അല്ലെങ്കിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ച് ഒന്നുമാകാതെ പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോഹനൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ആ ഒരു കയ്യൊപ്പ് ഈ സിനിമയിൽ വന്നിട്ടില്ല.
അയാളും എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞു. അതായത് അവിടെ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരുപാട് പേരെ കുത്തി നിറച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, അതുപോലെ അങ്ങ് നോക്കാം എന്നുള്ള തരത്തിൽ, അതായത് ഈ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന ചില കല്യാണ വീടുകളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അതുപോലെ മരണ വീടുകളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അറിയാവുന്നതാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റപ്പിൽ പോയിക്കോളൂ എന്നുള്ള തരത്തിലാണ് ഇതിൻ്റെ അഭിനേതാക്കളൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിനീത് ശ്രീനിവാസൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് തോന്നുന്നുണ്ട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ അനുകരിക്കാൻ വേണ്ടിയിട്ട്. അതായത് പഴയ ശ്രീനിവാസൻ്റെ ആ ഒരു സിനിമ വരണം, ആ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം ഇത് ജനങ്ങൾ കാണുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമാളിത്തരമായിട്ട് മാറുന്ന ഒരു കാഴ്ചയും കണ്ടു എന്നുള്ളതാണ്. അയാൾ സീരിയസ് ആയിട്ട് അഭിനയിച്ചാൽ മതിയായിരുന്നു, ഇത്രയും കോമാളിത്തരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു ജാതകവുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് കാണാനില്ല എന്നുള്ളതാണ്. അതായത് ഒരു ജാതകത്തിൻ്റെ ആണെങ്കിൽ ആ ജാതകം അല്ലെങ്കിൽ അയാൾ ജനിക്കുന്നത്, ഇല്ലെങ്കിൽ അയാൾ ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കും, ഇതെന്ന് പറയുന്നത് ആ ഒരു തറവാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിലും കുറച്ച് പാളിച്ചകൾ മോഹന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ സാധാരണ കണ്ടുവരുന്ന ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. അതായത് കുഞ്ഞികൃഷ്ണൻ മാഷെ പോലെയുള്ള, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് മുഖങ്ങളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരും മോശമായി എന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ കുട്ടികൾക്കായാലും അതുപോലെ ഫാമിലികൾക്കായാലും പോയി കാണാവുന്ന സിനിമകൾ തന്നെയാണ്. പക്ഷേ ഡബിൾ മീനിങ്ങുകൾ അനാവശ്യമായിട്ട് കുത്തി നിറച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേരോട് നമ്മൾ ചിലപ്പോൾ സംശയം അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരും. ഇപ്പം എൻ്റെ കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ എന്താണ് ഈ കവുങ്ങ് എന്ന് ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ഉദ്ദേശിച്ചത് അതിൻ്റെ അകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവർ കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതുപോലെ അങ്ങടങ്ങ് വർക്കായില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോഹനൻ്റെ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പാട്ടുകളാണ്. ഈ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു മികച്ചതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഥ പറയുമ്പോഴായാലും അതുപോലെ മാണിക്കക്കല്ലായാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 916ഉം അരവിന്ദൻ്റെ അതിഥികളും അതിൻ്റെ അകത്തൊക്കെ നല്ല പാട്ടും നല്ല സീനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എവിടെയാണ് എന്താണ് സംഭവം എന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. അതിലേറ്റവും കൂടുതൽ എനിക്ക് വേദനിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവൻ്റെ ഒരു തറവാട് കാണിക്കുന്നുണ്ട്. ആ തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയലിൻ്റെ നിലവാരം പോലും അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് പിന്നെ അവരുടെ തറവാട്ടിലേക്ക് ഒരു ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് തിരിച്ചു വെക്കുന്നതല്ലാതെ യാതൊരു തരത്തിലും അതിൻ്റെ വേറെ ഒരു സംഭവവും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ വണ്ടിയൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്, അതൊരു മുകൾ ഭാഗത്താണ് വണ്ടിയൊക്കെ വരുന്നത്. ആ വണ്ടി വരുന്നതും അത് പോകുന്നതുമല്ലാതെ വേറെ ഒന്നും അത് എവിടെ നിന്ന് വരുന്നോ എന്തിന് ചെയ്യുന്നോ എന്നൊന്നും ഒരാൾ പോലും അതിനകത്ത് പറയുന്നില്ല. അതായത് മോഹൻ എന്താണ് ഉദ്ദേശിച്ചത്, ഏതായാലും അയാൾ സിനിമ എടുത്തിട്ട് ഇനി ഇത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞാണോ എന്ന് പോലുള്ള സംശയം കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പിന്നെ ഒരു മോഹനൻ സിനിമ എന്നുള്ള തരത്തിൽ പോയി കണ്ടപ്പോൾ ചെറിയൊരു നിരാശ തോന്നിയ ഒരു സിനിമ തന്നെയാണ് ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമ. പിന്നെ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ്റെ അമ്പ്, അതായത് ആവനാഴിയിലുള്ള എല്ലാം കഴിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഡയറക്റ്റ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷമായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പാത ഇപ്പോഴും തട്ടിയെടുത്തിരിക്കുന്നത് ബേസിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ അഭിനയിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും ബേസിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബേസിലാണ് ശരിക്ക് പിന്നെ ഫാമിലിയുടെ ഒരു പ്രധാനപ്പെട്ട നടനായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യുക. നന്ദി, നമസ്കാരം.